എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തിരുവോണത്തിൻ്റെ അന്നെടുത്ത ഒരു വീഡിയോയാണ്. അപ്പോൾ അന്ന് രാവിലെ ഞാൻ ഒരു ഏത്തപ്പഴം എടുത്ത് ഇച്ചിരി പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കാൻ പോവുക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ട്, അതുകൊണ്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കാനായിട്ടായിരുന്നു. എല്ലാ കറികളെല്ലാം ഏകദേശം എല്ലാം വെച്ചു. ഇനി ലാസ്റ്റ് ഈ പുളിശ്ശേരിയും കൂടെ ഒന്ന് ഉണ്ടാക്കിയാൽ മതിയേ. ഇപ്പോൾ പായസം മാത്രം ഉണ്ടാക്കുന്നില്ല, അത് അനിയനും വൈഫും ഒക്കെ വരുന്നതുകൊണ്ട് അവർ കൊണ്ടുവന്നേക്കാമെന്ന് പറഞ്ഞേ. ഇങ്ങനെ ഈ ഏത്തപ്പഴമൊക്കെ ഇട്ട് വെക്കുന്ന പുളിശ്ശേരി ഇവിടെ വലിയ പ്രിയമില്ലാത്തതുകൊണ്ടാണ് ഇത് കുറച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഏത്തപ്പഴം അരിഞ്ഞിട്ട് അതിൻ്റെ അകത്തോട്ട് ഒരു പച്ചമുളകും ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് വെന്ത് കഴിയുമ്പം തേങ്ങയും ജീരകവും കൂടി അരച്ച് ചേർത്ത് കുറച്ച് തൈര് കൂടി ഒഴിച്ച് ഒന്ന് കടുക് വറുത്തെടുത്താൽ മതി കേട്ടോ. മധുരം ഇച്ചിരി കൂടെ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ഒക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ഇട്ടിട്ടില്ലേ, ഈ ഏത്തപ്പഴത്തിന് അത്യാവശ്യം മധുരം ഉള്ളതായിരുന്നു. പിന്നെ എന്നാ കടുക് വറുക്കുമ്പോൾ ഇച്ചിരി ഉലുവായും കൂടെ ഇട്ട് കടുക് വറുക്കണമെന്നേ ഉള്ളൂ. വെളുപ്പിന് ഒരു 4 മണിയായപ്പോൾ എണീറ്റത് കൊണ്ട് ബിനീഷേട്ടൻ എല്ലാം അരിഞ്ഞൊക്കെ തന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ എനിക്ക് എളുപ്പമായിരുന്നു കറിയൊക്കെ വെക്കാനായിട്ട്. തേങ്ങയൊക്കെ ചിരണ്ടി കറി അങ്ങ് വെച്ചാൽ മതിയായിരുന്നു. എല്ലാം അവിയലിനുള്ളതും സാമ്പാറിനുള്ളതും തോരനുള്ളതും എല്ലാം അരിഞ്ഞ് തന്നു. അതുകൊണ്ട് പെട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ പണിയെല്ലാം തീർന്നത് ഒരു 9:30 ആയപ്പോഴത്തേക്കിന് എൻ്റെ പണികളെല്ലാം തീർന്ന് കുളിയും കഴിഞ്ഞ് റെഡിയായി. എന്താണെന്ന് വെച്ചാൽ ഉച്ച കഴിയുമ്പോൾ എനിക്ക് വീട്ടിൽ പോകേണ്ടതാണ്. ഇന്ന് ഞങ്ങൾ വീട്ടിൽ പോകാമെന്നും വെച്ചായിരിക്കുന്നത്. അപ്പോൾ ഓണത്തിനുള്ള എന്തൊക്കെയാണെന്ന് നോക്കാവേ. കളിയടക്കയുണ്ട്, ശർക്കര വരട്ടി, പിന്നെ ഉപ്പേരി, പിന്നെ ദാണ്ടെ അവിയലുണ്ടാക്കി, പിന്നെ ബീട്രൂട്ട് കിച്ചടി ഇല്ലേ അതുണ്ടാക്കി. അത് ഇന്നലെ വൈകിട്ടുണ്ടാക്കി വെച്ചതാണ്. പിന്നെ ഇത് പരിപ്പ് കറി ഇനി എടുക്കാൻ നേരം ഒന്നുകൂടെ ഒന്ന് ഇളക്കി എടുത്താൽ മതി, അതങ്ങനെ തെളി പോലെ കിടക്കുന്ന അങ്ങനെയാണല്ലോ. പിന്നെ ക്യാബേജ് തോരൻ, ഓലൻ, പിന്നെ സാമ്പാർ, പിന്നെ നമ്മളുണ്ടാക്കിയ പുളിശ്ശേരി, ഇഞ്ചിക്കറി, പിന്നെ വലിയ നാരങ്ങ ഇല്ലേ അത് അച്ചാറിട്ടത്, മാങ്ങ അച്ചാർ. അപ്പോൾ ദേ രാവിലെ പിള്ളേരും ബിനീഷേട്ടനും കൂടി അത്തപ്പൂ ഒക്കെ ഇടാൻ ഇറങ്ങിയേ. ഇതെല്ലാം ഇവിടുത്തെ പൂക്കളാണ് കേട്ടോ, ഈ മുറ്റത്തുണ്ടായ പൂക്കളെല്ലാമാണ്. നമ്മുടെ മുറ്റത്ത് കുറേ അധികം പൂക്കളുണ്ടായിരുന്നു, അതൊക്കെ വെച്ച് തന്നെ ഇട്ട ഒരു അത്തപ്പൂവാണ്. പണ്ടിവിടെ ഒത്തിരി ബന്ദിപ്പൂ ഉണ്ടായിരുന്നേ, നല്ല കടും മഞ്ഞ കളറും ലൈറ്റ് മഞ്ഞ കളറും പിന്നെ ഒരുമാതിരി ഒരു ക്രീം കളറിനോട് സാമ്യമുള്ള ഒരു കളറും ഒക്കെ ഉള്ള ബന്ദിപ്പൂക്കളുണ്ടായിരുന്നു. ഇപ്പം ആ ബന്ദിപ്പൂവിൻ്റെ ഒരു തൈ പോലും കിളുക്കുന്നില്ല, എന്താണെന്നറിയത്തില്ല. ഇനിയിപ്പം എവിടെയെങ്കിലും വാങ്ങിച്ചു വെക്കണം. പൂക്കളമൊക്കെ ഇട്ട് കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകാറായപ്പം നമ്മുടെ ഗസ്റ്റെല്ലാം വന്ന് നമ്മളെല്ലാവരും ഓണസദ്യയൊക്കെ കഴിച്ചിട്ട് പിന്നെ അവർ കുറേ നേരമൊക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞിട്ട് പോയി കേട്ടോ. പിന്നെ ഉച്ച കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണേ. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്ന് ബസ്സിനാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അതേ സ്റ്റാൻഡിലിരുന്നപ്പോൾ ചുമ്മാ എടുത്ത് എൻ്റെ മുഖമൊക്കെ അങ്ങ് കരുവാളിച്ച് കുറേ ദിവസങ്ങളായിട്ട് ഇങ്ങനെ ഈ അടുപ്പിൻ്റെ ചോട്ടിൽ തന്നെ നിന്നുകൊണ്ട് ഈ ഉപ്പേരി വറക്കലൊക്കെ കാരണമേ ഭയങ്കരമായിട്ട് അങ്ങ് കരുവാളിച്ചിരിക്കുന്നു. ഇതിപ്പോൾ എന്തായാലും ഞങ്ങൾ പൊൻകുന്നം സ്റ്റാൻഡിലെത്തിയേ. അപ്പോൾ ഇവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ അമ്മയ്ക്കൊക്കെ ഉള്ള ഡ്രസ്സ്, അച്ഛനും അമ്മയ്ക്കും ഒക്കെ ഉള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ബസ്സിൽ കയറി, ഞങ്ങൾ അങ്ങോട്ടുള്ള ബസ്സിൽ കയറി ഇരിക്കുകയാണ്. അപ്പോൾ അത് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയുടെ വക ഒരു ചെറിയ സദ്യയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിയലും പരിപ്പ് കറി, സാമ്പാർ അമ്മ വെച്ചില്ല കേട്ടോ. പരിപ്പ് കറി, അവിയൽ, പിന്നെ അച്ചാറുകളെല്ലാം ഉണ്ടായിരുന്നു, ഇഞ്ചിക്കറി, പച്ചടി, കിച്ചടി എല്ലാം ഉണ്ടായിരുന്നു. ഇത് പിന്നെ പിറ്റേ ദിവസം അനിയത്തിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഞാൻ വീഡിയോ എടുക്കുന്ന കണ്ടുകൊണ്ട് ഇതെന്നതാണെന്ന് ചോദിച്ച് പറയും കേട്ടോ. ഇപ്പോൾ ഇതേ എല്ലാവരും കൂടെ കൂടിയപ്പോഴത്തേക്കിന് ഭയങ്കര കളിയും ബഹളവും ഒക്കെ കേട്ടോ.
അപ്പോൾ അതേ അനിയത്തിയുടെ അമ്മായി അച്ഛനാണ്. ഞാൻ ചോദിക്കും എൻ്റെ ചാനലൊക്കെ കാണാറുണ്ടോ എന്ന്. എന്നെ കാണുന്നൊക്കെ ഉണ്ടെന്ന് അച്ചോയി പറഞ്ഞേ. അച്ചോയി ആയിട്ട് ബിനീഷ് ചേട്ടൻ എന്തൊക്കെയോ ഭയങ്കര ചർച്ചകളാണ് കേട്ടോ. അപ്പോൾ അതേ വലിയ കാര്യമായിട്ടൊന്നുമില്ല, ഓണത്തിൻ്റെ ഒരു ചെറിയ ഒരു വീഡിയോ ആട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.